KCYM കേരള കത്തോലിക്ക യുവജന പ്രസ്ഥാനം കഴിഞ്ഞ 50 വർഷത്തോളമായി കത്തോലിക്ക പ്രസ്ഥാനമായ KCYM കേരളത്തിലെ റീത്തുകൾക്കതീതമായി മറ്റ് സമുദായങ്ങളിലേക്കും ഇറങ്ങിച്ചെന്നുകൊണ്ട് എല്ലാ വിഭാഗത്തിലുള്ള ജനങ്ങൾക്ക് വേണ്ടിയും പ്രവർത്തിച്ചു വരുന്ന കേരള കത്തോലിക്ക ബിഷപ്സ് കൗൺസിൽ അംഗീകരിച്ച ഒരേ ഒരു യുവജന പ്രസ്ഥാനം കൂടിയാണ്. ഇന്ന് 2025 കടക്കുമ്പോൾ KCYM അതിൻ്റെ പ്രയാണം തുടരുകയാണ്. KCYM സംസ്ഥാന സമിതി നേതൃത്വം കൊടുക്കുന്ന KYC കേരള യൂത്ത് കോൺഫറൻസ് മൂവാറ്റുപുഴ നെസ്റ്റ് പാസ്റ്ററൽ സെൻറ്ററിൽ നടക്കുകയാണ്. ജനുവരി 3, 4, 5 തീയതികളിലായിട്ട് കോതമംഗലം രൂപതയാണ് കേരള യൂത്ത് കോൺഫറൻസിന് ആതിഥേയത്വം വഹിക്കുന്നത്. കേരളത്തിലെ 32 രൂപതകളിൽ നിന്നുള്ള 100 കണക്കിന് യുവതി യുവാക്കൾ ഈ കോൺഫറൻസിൽ പങ്കെടുക്കും. കേരളത്തിലെ അഭിമന്യ പിതാക്കന്മാർ, വൈദികർ, സന്യസ്തർ, സമൂഹത്തിലെ ഉന്നത ശ്രേണിയിലുള്ള രാഷ്ട്രീയ, സാമൂഹിക, സാമുദായിക നേതാക്കന്മാർ യുവജനങ്ങളുമായി സംവദിക്കും. കേരള യൂത്ത് കോൺഫറൻസ് എന്നതിൻ്റെ ചുരുക്കപ്പേരാണ് KYC. KYC നമുക്ക് പരിചിതമാണ്, നോ യുവർ കസ്റ്റമർ. ഞങ്ങളത് ഒന്നാമത്തെ എഡിഷന് കൊടുത്തൊരു ടാഗ് ലൈൻ ഉണ്ടായിരുന്നു, നോ യുവർ ക്രൈസ്റ്റ്. നിങ്ങളുടെ ക്രിസ്തുവിനെ അറിയുക. ക്രൈസ്തവ യുവത്വം എന്ന നിലയിൽ ക്രിസ്തുവിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ, അതുവഴി ചുറ്റുപാടുകളിലേക്കും കണ്ണു തുറന്ന് നോക്കാൻ, ചോദ്യങ്ങൾ ചോദിക്കുന്നതിൻ്റെ ഉത്തരം തൃപ്തികരമല്ലെങ്കിൽ വീണ്ടും ചോദിക്കാൻ, അങ്ങനെ സംവാദങ്ങളിലൂടെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കൂട്ടായ്മയാണ് KYC എന്ന് പറയുന്നത്. ക്രൈസ്തവ ആദർശങ്ങളിൽ അധിഷ്ഠിതമായി കത്തോലിക്ക യുവജനങ്ങളുടെ സമഗ്ര വികസനവും സമൂഹത്തിന്റെ സമ്പൂർണ്ണ വിമോചനവും ലക്ഷ്യമാക്കിക്കൊണ്ട് കഴിഞ്ഞ 46 വർഷക്കാലമായി കേരള സമൂഹത്തിലെയും കത്തോലിക്ക സഭയിലെയും സാമൂഹിക സാംസ്കാരിക മേഖലകളിലും കൃത്യമായി ഇടപെട്ടുകൊണ്ട് സമസ്ത മേഖലകളിലും സ്വാധീനം ചെലുത്തിക്കൊണ്ട് മുന്നേറുകയാണ് KCYM സംഘടന. കേരള കത്തോലിക്ക സഭയിലെ 32 രൂപതകളിൽ നിന്നായി 500-ലധികം കേരള കത്തോലിക്ക യുവജന പ്രസ്ഥാനത്തിന്റെ കരുത്തുറ്റ യുവതീ യുവാക്കൾ പങ്കെടുക്കുന്ന വിപുലമായ ഒരു വേദിക്ക് തുടക്കമായിരിക്കുകയാണ്. സമഗ്ര വികസനത്തിനും സമ്പൂർണ്ണ വിമോചനത്തിനും കാഹളം മുഴക്കുന്ന ക്രൈസ്തവ ധാർമ്മിക മൂല്യങ്ങളെ കൈമുതലാക്കി കർമ്മമണ്ഡലങ്ങൾ വിശാലമാക്കുന്ന KCYM പ്രസ്ഥാനത്തിന്റെ യുവജനങ്ങൾ ഒന്നിക്കുന്ന കേരള യൂത്ത് കോൺഫറൻസിന് കോതമംഗലത്തിന്റെ മണ്ണിലാണ് ആരംഭമായിരിക്കുന്നത്. മൂവാറ്റുപുഴ നെസ്റ്റ് പാസ്റ്ററൽ സെന്ററിൽ KCYM സംസ്ഥാന സമിതിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന പരിപാടിക്ക് KCYM കോതമംഗലം രൂപതയാണ് ആതിഥേയത്വം വഹിക്കുന്നത്. നവമായ ദിശാബോധത്തിന് ഉണർവേകി അഗ്നിച്ചിറകുകളുമായി കേരള യൂത്ത് കോൺഫറൻസ് KCYM സംസ്ഥാന പ്രസിഡന്റ് MJ ഇമ്മാനുവൽ പതാക ഉയർത്തി തുടക്കം കുറിച്ചു. ആദ്യ ദിനത്തിൽ മലങ്കര റീത്തിൽ നടന്ന പരിശുദ്ധ കുർബാനയ്ക്ക് കോട്ടയം അതിരൂപത സഹായമെത്രാൻ ഗീവർഗീസ് മാർ അപ്രേ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. തുടർന്ന് നടന്ന വർക്ക്ഷോപ്പിനും ഐസ് ബ്രേക്കിംഗ് സെഷനും ഡോക്ടർ അഡോണി T. ജോൺ, ജെയ്സൺ അറക്കൽ എന്നിവർ നേതൃത്വം നൽകി. തുടർന്ന് നടന്ന ഇടയനോടൊപ്പം സെഷനിൽ കർദിനാൾമാർ ജോർജ് കൂവക്കാട് യുവജനങ്ങളുമായി സംവദിച്ചു. ആളുകളോട് ഇടയിൽ ഒരു ചൊല്ലുണ്ട്, മല കയറുമ്പോൾ വീഴുന്നതല്ല പ്രശ്നം, വീണെടുത്ത് കിടക്കുന്നതാണ് പ്രശ്നമെന്ന്. യുവജനങ്ങളായിട്ടുള്ള നമ്മളെ സംബന്ധിച്ചിടത്തോളം, നിങ്ങളെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിലെ കുറവുകളും പരിമിതികളും ഒക്കെ ഉണ്ടാവുക സ്വാഭാവികമാണ്. ഇത്തരമുള്ള സംരംഭങ്ങളിലൂടെ ക്രിസ്തീയ ജീവിത മൂല്യങ്ങളും ജീവിതത്തിന് ആവശ്യമായിട്ടുള്ള നല്ല പരിശീലനവും ഒക്കെ നിങ്ങൾക്ക് ലഭിക്കും. പക്ഷെ അടിസ്ഥാനപരമായിട്ട് നമ്മൾ ജീവിത വിജയം നേടുക എന്നുള്ളതാണ് അടിസ്ഥാനപരമായിട്ടുള്ള പ്രധാന കാര്യം. പക്ഷെ അവിടെ ഉണ്ടാവേണ്ടത് നല്ല ബോധ്യങ്ങളാണ്. നമുക്ക് കുറവുകളുണ്ട്, നമുക്ക് ബലഹീനതകളുണ്ട്, നമുക്ക് തെറ്റുകൾ തീർച്ചയായിട്ടും അതെത്ര പ്രായമായാലും നമുക്ക് തെറ്റുകൾ പറ്റാം. പക്ഷെ ജീവിതത്തെ കുറിച്ച് നല്ല ബോധ്യങ്ങളുള്ളവരായിട്ട് മാറുക എന്നുള്ളതാണ് പ്രധാനം. ജീവിതത്തിൽ വീഴ്ചകളുണ്ടായാൽ അവിടെ കിടക്കാതെ, ആ വീണ്ടെടുത്ത് കിടക്കാതെ എഴുന്നേറ്റ് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം. അത് നമ്മൾ എഴുന്നേറ്റ് പോവുക എന്നത് മാത്രമല്ല, നിങ്ങളെപ്പോലെ ഇതുപോലെയുള്ള തിരഞ്ഞെടുക്കപ്പെട്ടവരെ ഒരുക്കുന്നത് വീണ് കിടക്കുന്ന മറ്റുള്ളവരെ കൂടെ കൈത്താനായിട്ട് ഒരുക്കാനായിട്ട് വേണ്ടിയാണ്. നിങ്ങൾക്ക് പ്രത്യേകമായിട്ടുള്ള ഉത്തരവാദിത്വവും പ്രത്യേകമായിട്ടുള്ള പരിശീലനവും ഈ ദിവസങ്ങളിൽ നിങ്ങളെ ഭാരവാഹികളായിരുന്നുകൊണ്ടും പ്രതിനിധികളായിക്കൊണ്ടും നിങ്ങൾക്ക് ലഭിക്കുന്ന ഈ അവസരം എന്ന് പറയുന്നത് ജീവിതത്തിലെ പ്രകാരം മറ്റുള്ളവർ കൂടെ നമ്മൾ കൈത്താങ്ങാവാനാണ്.
തുടർന്ന് പാനൽ ഡിസ്കഷനിൽ ദേശം, ദേശീയത, മതം, സമകാലിക ഇന്ത്യ രാഷ്ട്രീയം വിഷയങ്ങളിൽ അഡ്വക്കേറ്റ് ചാണ്ടി ഉമ്മൻ MLA, മുൻ കൃഷിവകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് VS സുനിൽകുമാർ, നവീൻ G നാദമണി, സന്ദീപ് വാചസ്പതി, അഡ്വക്കേറ്റ് ആന്റണി ജൂഡി, ജോയിസ് മേരി ആന്റണി എന്നിവർ യുവജനങ്ങളുമായി സംവദിച്ചു. വൈകുന്നേരം 6 മണിക്ക് ഉദ്ഘാടന സമ്മേളനം നടത്തപ്പെട്ടു. കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ സമ്മേളനം തിരിതെളിച്ച് ഉദ്ഘാടനം ചെയ്തു. ആരെയെങ്കിലും ബോധ്യപ്പെടുത്താൻ വേണ്ടിയോ ആരെയെങ്കിലും സുഖിപ്പിക്കാൻ വേണ്ടിയോ അല്ല നിങ്ങൾ പ്രവർത്തിക്കേണ്ടത്. നിങ്ങൾ സമൂഹത്തിന് വേണ്ടിയാണ് പ്രവർത്തിക്കേണ്ടത്, മനുഷ്യന് വേണ്ടിയാണ് പ്രവർത്തിക്കേണ്ടത്. അതാണ് ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കണം എന്ന് പറഞ്ഞത്. അതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. നിങ്ങളുടെ ഈ കലിന്, അതുപോലെ തന്നെ കരുണയും നിങ്ങളുടെ സ്പീഡും എല്ലാം അതിനുവേണ്ടിയായിരിക്കട്ടെ. അത് തീർച്ചയായിട്ടും ആ യുവത്വത്തിൻ്റെ കാലഘട്ടത്തിലേ സാധിക്കുകയുള്ളൂ. സാധാരണ പറയാറുണ്ട്, ഈ വൺ മെമ്പർ സഫർ all others also suffer. If one member honored, all others rejoice together. അത് യുവത്വത്തിലേ സാധിക്കുള്ളൂ. വളർന്നു കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അത് സാധിക്കില്ല. നിങ്ങളിൽ ഒരുത്തിന് വേദനയുണ്ടായാൽ നിങ്ങൾക്ക് വേദനിക്കും. നിങ്ങളിൽ ഒരുത്തനെ ബഹുമാനിച്ചാൽ നിങ്ങൾക്ക് സന്തോഷമുണ്ടാകും. വളരുന്ന അവസരത്തിൽ അതില്ലാതാകുന്നത്, സ്വയം ഇല്ലാതാകുന്നത് നമ്മൾ തന്നെ മനസ്സിലാക്കും. കോതമംഗലം രൂപതാധ്യക്ഷന്മാർ ജോർജ് മടത്തിക്കണ്ടത്തിൽ ഉദ്ഘാടന സമ്മേളനത്തിൽ അനുഗ്രഹ പ്രഭാഷണം നടത്തി. ഇപ്പോൾ സമൂഹത്തിലെ വലിയ ഉത്തരവാദിത്വം വഹിക്കുന്നവരാണ് യുവജനങ്ങൾ എന്ന് പറഞ്ഞാൽ അത് നിങ്ങൾ സമ്മതിക്കുമെന്ന് ഞാൻ കരുതുന്നു. കാരണം ഇന്നത്തെ ഈ തലമുറ യുവജനങ്ങൾ അവരാണ് വാസ്തവം പറഞ്ഞാൽ സമൂഹത്തിൻ്റെ, നാടിൻ്റെ, സഭയുടെ നട്ടെല്ലായി നിൽക്കുന്നത്. അപ്പം നിങ്ങളുടെ പ്രവർത്തനം എങ്ങനെയാണോ, നിങ്ങൾ ഏത് രീതിയിൽ സമൂഹത്തെ നയിക്കുന്നുവോ അതനുസരിച്ചായിരിക്കും ഈ സമൂഹം മുന്നോട്ട് പോകുന്നത്. അങ്ങനെ നയിക്കുവാൻ സാധിക്കണമെങ്കിൽ യുവജനങ്ങൾ നല്ല സമഗ്ര വ്യക്തിത്വമുള്ള ആളുകളായിരിക്കണം. ഞാൻ പറയുന്നതിന് കാരണം, സമഗ്ര വ്യക്തിത്വം എന്ന് പറയുമ്പോൾ നമുക്ക് ശരീരത്തിന് ആരോഗ്യമുള്ളതുകൊണ്ട് മാത്രം നല്ല വ്യക്തിയായി തീരുകയില്ല. ആത്മീയവും മാനസികവും ശാരീരികവുമായിട്ടുള്ള ആരോഗ്യമുള്ള വ്യക്തികളാണ് സമഗ്ര വ്യക്തിത്വത്തിന്റെ ഉടമകൾ. ഒരു കത്തോലിക്ക പ്രസ്ഥാനം എന്ന നിലയിൽ ഇതിൻ്റെ അംഗങ്ങളാകുമ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ യു ആർ എ ഹ്യൂമൻ ബീയിങ്, സെക്കൻഡ്ലി യു ആർ എ കാത്തലിക്. അപ്പോൾ ഒരു മനുഷ്യനാണ്, ഒരു കത്തോലിക്ക വിശ്വാസിയാണ്. രണ്ടും നമ്മൾ തുല്യ പ്രാധാന്യത്തോടെ കാണേണ്ടിയിരിക്കുന്നു. സഭ, സാമുദായിക, കലാ, രാഷ്ട്രീയ മേഖലയിലെ പ്രമുഖർ പങ്കെടുക്കുന്ന ഈ കൂട്ടായ്മ ചരിത്രത്താളുകളിൽ മറ്റൊരു സാക്ഷ്യം വഹിക്കാൻ തയ്യാറെടുക്കുകയാണ്. യുവജനങ്ങളും കേരള സഭയും സമൂഹവും നേരിടുന്ന ആനുകാലിക വിഷയങ്ങളിൽ 3 ദിനങ്ങളിലായി യുവജനങ്ങൾ സംവദിക്കും. കോൺഫറൻസ് വേദിയിൽ അഭിമന്യ പിതാക്കന്മാരും കേന്ദ്രമന്ത്രിമാരും ജനപ്രതിനിധികൾ അടക്കമുള്ള രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക, മാധ്യമരംഗങ്ങളിലെ പ്രമുഖരും വിവിധ വിഷയങ്ങളിൽ യുവജനങ്ങളുമായി സംവദിക്കും. ബിസിനസ് മീറ്റ്, കലാസന്ധ്യ, പാനൽ ചർച്ചകൾ തുടങ്ങിയവ KYC മാറ്റുകൂട്ടുന്നു. ജനുവരി 5 KYCക്ക് സമാപനമാകും. 2022 തൃശൂർ ജില്ലയിലെ ചിയ്യാരത്താണ് ആദ്യ കേരള യൂത്ത് കോൺഫറൻസ് നടത്തപ്പെട്ടത്. ഷിക്കേന ന്യൂസ്, കൊച്ചി.